എല്ലാവർക്കും ടെക്ലേ മനസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 4 കുറിച്ചാണ്. സോ നമുക്ക് അടുത്ത ജനറേഷനിൽ നെക്സ്റ്റ് ഇയറിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോസറിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ക്വാൾക്കത്തിന്റെ സൈഡിൽ നിന്ന് വരുന്നത്. കാരണം നമുക്കറിയാം നെക്സ്റ്റ് ജനറേഷൻ നമുക്കിപ്പോൾ ആപ്പിളിന്റെ സൈഡിൽ നിന്ന് A17 പ്രോയും നമുക്കിപ്പോൾ മീഡിയടെക് ഡയമൻസിറ്റി 9400 ഒക്കെ വരും. സോ അതിന്റെ കോമ്പറ്റീഷനാണ് സ്നാപ്ഡ്രാഗൺ 8 Gen 4. അതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് നമ്മൾ പ്രോസസ്സിനോടും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 3 nm ആണ് TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സിലാണ് വരുന്നത്. സോ വളരെ നമുക്ക് എന്താ പറയുക എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസർ ആയിരിക്കും ഇത്. CPU കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ട്രഡീഷണൽ കോഴ്സ് പോലെ അല്ല. ട്രഡീഷണൽ ആയിട്ട് നമുക്കിപ്പോൾ കഴിഞ്ഞ ജനറേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ 5 ഹൈ പെർഫോമൻസും 3 ലോ പെർഫോമൻസ് വരുന്നത്. അതേസമയം ഇവിടെ ഫുൾ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ 2 ഹൈ പെർഫോമൻസും ബാക്കി 6 ലോ പെർഫോമൻസും ആണ് വരുന്നത്. ആ 2 കോട്ടക്സ് അല്ല, 2 കസ്റ്റം കോഴ്സാണ് വരുന്നത്. ഓറിയോ എന്ന് പറഞ്ഞ കോഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ കോട്ടക്സ് X925 എന്ന് പറഞ്ഞ കോഴ്സിന്റെ കസ്റ്റം വെർഷനാണ്. കാരണം ആൾമും ക്വാൾക്കം തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. സോ ക്വാൾക്കത്തിന് നമുക്ക് റെഗുലർ കോട്ടക്സ് സീരീസിലുള്ള കോഴ്സിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് നേരത്തെ നമുക്ക് ക്രയോ ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം മാറി ലേറ്റസ്റ്റ് വരുന്നത് ഓറിയോൺ കോഴ്സാണ് വരുന്നത്. അതിൽ 4.26 GHz റൺ ചെയ്യാൻ പോകുന്നത്. പിന്നെ 6 ഓറിയോൺ കോഴ്സ് തന്നെ പിന്നെ വരുന്നത് എഫിഷ്യൻസി കോഴ്സ് ആയിട്ടുള്ള കോട്ടക്സ് A75 ആണ് വരുന്നത്. 2.8 GHz. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഏതാണ്ട് 50% ബെറ്റർ ഫാസ്റ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറുകളാണ് വരുന്നത്. ഇവ എന്തോ നമുക്ക് എന്താ പറയുക കോഴ്സിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മീൻസ് ഹൈ പെർഫോമൻസിന്റെ കോഴ്സിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 2 കോഴ്സും വളരെ ലാർജർ ആയിരിക്കും. അതുകൊണ്ടാണ് എണ്ണം കുറച്ചത്. റാം ആൻഡ് സ്റ്റോറേജ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ടിപ്പിക്കൽ ക്വാഡ് ചാനൽ മെമ്മറിയാണ് വരുന്നത്. LPDDR5T റാം ആണ്. 4200 MHz ഒക്കെയാണ് വരുന്നത് റാം സ്പീഡ്. UFS 4.0 സ്റ്റോറേജ് ആണ് വരുന്നത്. മാക്സ് 24 GB വരെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. സോ റാമും സ്റ്റോറേജ് ഒക്കെ അപ് ടു ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് തന്നെയാണ് വരാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ GPU ആണ്. നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് Adreno 830 ആണ്. 830 ആണ് വരുന്നത്. 1250 MHz ആയിരിക്കും റൺ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ Adreno 750 40% ഫാസ്റ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പുതിയതായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. റേ ട്രേസിംഗ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. സോ 40% വളരെ ഒരു ഹ്യൂജ് ജമ്പാണ് ഒരു ജനറേഷൻ ലീപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ മൾട്ടിമീഡിയ ഡിസ്പ്ലേയുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ നമ്മൾ നോക്കുകയാണെങ്കിൽ 4K 145 Hz വരെ സപ്പോർട്ട് ചെയ്യും. മാക്സിമം HD10+ ഡോൾബി വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ 8K വീഡിയോ പ്ലേ ബാക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൾട്ടിമീഡിയ നമ്മളിപ്പോൾ 8K 30 FPS വരെ ആയിരിക്കും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുക. 4K 120 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഏതൊക്കെ ISP ആണെന്നുള്ളതിന് ലീക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതായിരിക്കും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും. പിന്നെ മെഗാ പിക്സലിൻ്റെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മാക്സിമം എന്തായാലും 200 മെഗാ എന്തായാലും സപ്പോർട്ട് ചെയ്യും. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ X80 മോഡായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ Wi-Fi 7, Bluetooth 5.4, നാവിക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. കാരണം ഫ്ലാഗ്ഷിപ്പ് പ്രോസറാണ്. പിന്നെ നമ്മൾ ബെഞ്ച് മാർക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 2 പ്രോസറിൻ്റെ ബെഞ്ച് മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടോ. ഒന്ന് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 Gen 4 പിന്നെ നമുക്ക് മീഡിയടെക് ഡയമൻസിറ്റി 9400. സോ അതിൻ്റെ 2ൻ്റെ സ്കോർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 8 Gen 4 നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടൽ ആൻറ്റിറ്റി സ്കോർ 31,33,570 ആണ് ടോട്ടൽ സ്കോർ വരിക. CPU 7,02,689, GPU 13,30,57 ആണ് വരുന്നത്. അതേസമയം ഡയമൻസിറ്റി 9400 ആണെങ്കിൽ ടോട്ടൽ 34,49,366 ആണ് വരുന്നത്. CPU ആണെങ്കിൽ 7,86,574, GPU 14,22,243 ആണ്. ആൻഡ് നമുക്ക് പിന്നെ Geekbench 6 നോക്കുവാണെങ്കിൽ 8 Gen 4 ആണെങ്കിൽ സിംഗിൾ 2,845, മൾട്ടി കോർ സ്കോർ 10,608, ഡയമൻസിറ്റി 9400 ആണ്. Geekbench 6 സിംഗിൾ 2,776, മൾട്ടി 11,739. CPU വെച്ച് നോക്കുവാണെങ്കിൽ സിംഗിൾ കോർ പെർഫോമൻസ് 8 Gen 4 ആണ് ബെറ്റർ. മൾട്ടി സ്കോർ നോക്കുവാണെങ്കിൽ 9400 ആണ് ബെറ്റർ ഡയമൻസിറ്റി. അതേസമയം ആൻറ്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് 9400 ആണ്. കാരണം ഹയർ സ്കോർ നമുക്ക് GPUയിലും CPUയിലും നമുക്ക് കിട്ടുന്നുണ്ട്. അത് ടിപ്പിക്കലി അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഡയമൻസിറ്റി 9300+ 8 Gen 3 കളിച്ചൊരു ഫാസ്റ്റർ ആയിരുന്നു ആൻറ്റിറ്റ്യൂവിൽ. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡയമൻസിറ്റി സീരീസിലൊരു കോമൺ പ്രശ്നം ഞാൻ കാണുന്നത് ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പിൽ 9300 അല്ലെങ്കിൽ 9300+ കാണുന്നതെന്ന് പറഞ്ഞാൽ ത്രോട്ടിലിംഗ് പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു എന്താ പറയുക ഒരു ബെഞ്ച് മാർക്ക് റൺ ചെയ്യുമ്പോൾ നമുക്കൊരു 98% 90% സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ 2-3 ബെഞ്ച് മാർക്ക് കഴിയുമ്പോൾ ചിലപ്പോൾ അത് 66, 75 പോകുന്നുണ്ട്. ഇത്രയും കൺസിസ്റ്റന്റ് അല്ല. കാരണം അവരുടെ കോർ ലേ ഔട്ട് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ 8 Gen 3 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പഴയത് നമുക്ക് എഫിഷ്യൻസി കോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേസമയം ഡയമൻസിറ്റി 9300 കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ എഫിഷ്യൻസി കോഴ്സേ ഇല്ല, എല്ലാം ഹൈ പെർഫോമൻസ് ആണ്. സോ അതുകൊണ്ട് നല്ല കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇവിടെ എങ്ങനത്തെ കോറാണ് ഉപയോഗിക്കുന്നത് 9400 എങ്ങനത്തെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ സ്പെക്ക് കൂടുതലും വന്നിട്ടില്ല. 8 Gen 4 നമുക്ക് ഓൾറെഡി എന്താ പറയുക സ്പെക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
സോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 Gen 4ൻ്റെ സ്പെക്കും അതിൻ്റെ ഇനീഷ്യൽ ലീക്സും കാര്യങ്ങളൊക്കെ, ബെഞ്ച് മാർക്സും കാര്യങ്ങളൊക്കെ. സോ ഇനിയും ബെഞ്ച് മാർക്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട്, ഇതിൻ്റെ സ്കോർ കൂടാനുള്ള ചാൻസ് ഉള്ളത്, കാരണം ഇനീഷ്യൽ ആയിട്ടുള്ള ബെഞ്ച് മാർക്സ് ആണ്. പിന്നെ ഓൾമോസ്റ്റ് സ്പെക്ക് നമുക്കറിയാം. ഇപ്പോൾ CPU കോഴ്സ്, റാം, GPU ഒക്കെ നമുക്കറിയാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് മൾട്ടിമീഡിയയിലും, അല്ലെങ്കിൽ മോഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തിരി ക്ലാരിഫൈ ചെയ്യാൻ ഉണ്ട്. കാരണം ISPയുടെ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, അതൊക്കെ വന്നേ ഉള്ളൂ. എൻ്റെ ചിപ്സെറ്റ് ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ. സോ എനിക്കൊരു കിടുക്കനായിട്ടുള്ള പ്രോസറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നെക്സ്റ്റ് ജനറേഷന് ഫ്ലാഗ്ഷിപ്പാണ്. നെക്സ്റ്റ് വരാൻ പോകുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 4 നമുക്കറിയാം S25 അൾട്രയിലും നമ്മുടെ ഷവമി അൾട്ര സീരീസിലും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന പ്രോസറാണ്. സോ എല്ലാവർക്കും വളരെ ആകാംക്ഷയായിരിക്കും പ്രോസറിൻ്റെ സ്പെക്ക് അറിയാൻ കാര്യങ്ങളൊക്കെ. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗായ്സ്, അപ്പോൾ എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ, ഫീച്ചർ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.